ഉണ്ടാവില്ലല്ലോ പിന്നെ ഇല്ല 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 നോർമൽ ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. എൻ്റെ പേര് കാവ്യ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടണിലെ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് NFT കണ്ണൂരിലാണ്. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ നോർമൽ എൻ്റെ ഭാഷയിൽ പറയണോ അല്ലെങ്കിൽ അല്ലാണ്ട് പറയണോ? നമ്മുടെ ഈ കേരളത്തിൽ ഒത്തിരി ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സ് എന്താ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തായാലും പിന്നെ ചന്ദമംഗലം, ബാലരാമപുരം, അങ്ങനെ ഒത്തിരി വീവിങ് ക്ലസ്റ്റേഴ്സ് കേരളത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഫാബ്രിക്സിന്റെ എന്താ ഇപ്പൊ നമ്മുടെ ഫാബ്രിക്സിൽ സാരിയും ഷർട്ട്, മുണ്ട്, ബെഡിങ്സ് അങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ അവർ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പം അത് നമ്മളെന്താ ഒരു ജെൻസി ആയുള്ള കസ്റ്റമേഴ്സ് ഇല്ല. ഐ മീൻ 20 to 30 വയസ്സുള്ളവരോ അങ്ങനെ ഒരു ആളുകൾ ആരും ഇത് തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെൻസീസ് ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സാക്കി മാറ്റാൻ പറ്റുമോ, അതിന്റെ എത്രത്തോളം അത് എന്താ പോസിബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ റിസർച്ച്. അപ്പൊ എന്താ ഇവരുടെ ആ ഒരു മേഖല ഇപ്പൊ ഇങ്ങനെ മെല്ലെ നിന്ന് പോവാണല്ലോ. പുതിയ ആരും തന്നെ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് പോലും വരുന്നില്ല. അപ്പൊ എന്താ ഇത് കുറച്ചുകൂടി ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഇതായി മാറിയാല് എന്താ കുറെ കൂടെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയാല് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്, അവർക്കും അത് നല്ലതാണ്. അതിനെ കുറിച്ചുള്ള എന്റെ കമന്റ് അല്ല 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 അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സാറ് ടൈം കണ്ടെത്തിയതിന് താങ്ക് യു പറയാണ് ഫസ്റ്റ് തന്നെ. പിന്നെ സാറിനെ പറ്റിയിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് ശ്രീനാഥ്. ഞാനിവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ടെക്നിക്കൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. വിഭാഗ സെക്ഷന്റെ ഹെഡാണ്. ഒരു 1990 ഞാൻ എന്റെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു 7 years ഞാനൊരു 100% എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നീട് 12 years കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഇപ്പോഴും 16 years ആയിട്ട് IHL ടെക്നിക്കൽ സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടെ മെയിൻലി സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഡിപ്ലോമയ്ക്കുള്ള ഫാക്കൽറ്റിയാണ്. ഡിപ്ലോമയ്ക്ക് ഫാബ്രിക് സ്ട്രക്ചർ, എൻ്റെ സബ്ജക്ട് പ്രധാനമായിട്ട് ഫാബ്രിക് സ്ട്രക്ചറും ടെക്സ്റ്റൈൽ ഡിസൈൻ ആൻഡ് കളറുമാണ്. അപ്പോ ഈ സോറി അപ്പൊ ഹാൻഡ്ലൂമിന് വേണ്ടി മാത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ സാറാണ് സാറ്? അല്ല, ഹാൻഡ്ലൂമിന് വേണ്ടി മാത്രമല്ല, വീവിംഗ് സെക്ഷൻ ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂം ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഫാബ്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഹാൻഡ്ലൂമിനും പവർലൂമിനും എല്ലാം ഒരേ തരത്തിലുള്ള വിഷയമാണ്. ഹാൻഡ്ലൂമിനും പവർലൂമിനും ഒരേപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫാബ്രിക് സ്ട്രക്ചർ. സാർ ഇതിലേക്ക് ഇത് തിരഞ്ഞെടുക്കാണ്ടായ കാരണം ഇഷ്ടമായതുകൊണ്ടാണ്? അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് ഈ ഡിപ്ലോമ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന അന്ന് ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നല്ല, ഇത്ര വരയ്ക്കുള്ള താല്പര്യം ഉണ്ടായിരുന്നു, വരയ്ക്കുകയായിരുന്നു. പ്ലസ് ഡിപ്ലോമ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത ആ കാലഘട്ടത്തിൽ ഈ ഡിപ്ലോമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞാൽ ഒരു ജോബ് അഷ്യൂർഡ് ആയിരുന്നു. അപ്പൊ അതും കൂടി പരിഗണിച്ചാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്തത്. പിന്നെ ഒരു ക്രിയേറ്റീവ് ഫീൽഡാണെന്നുള്ള എനിക്ക് അറിയാമായിരുന്നു. അപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഹാൻഡ്ലൂംസിന്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറയാമോ? കേരളത്തിന്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാല് റോ കോട്ടൺ കളറിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന കേരളത്തിലാണ്. റോ മീൻസ് വിത്തൗട്ട് ഡൈ.
അപ്പോൾ നമ്മുടെ കേരളത്തിലെ സെറ്റ് സാരി, സെറ്റ് മുണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോ ആണ്, ഒരു പെയിൽ യെല്ലോ കളർ, ചില കോട്ടന്റെ ഒറിജിനൽ കളർ, അതേപോലത്തെ ഫൈനർ ഫാബ്രിക്സ് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കോട്ടൺ, പക്ഷെ കേരളത്തിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഈ ഡൈയിങ്ങിലൊക്കെയുള്ള എന്താ പറയാ, ട്രഡീഷണൽ ഹാൻഡ്ലൂംസിൽ മുൻകാലങ്ങളിൽ, ഇപ്പൊ അതിന്റെ പരിമിതിനെ മറികടന്നിട്ടുണ്ട്. ഡൈയിങ് കുറവായിരുന്നു, കളറിങ് കുറവായിരുന്നു, പക്ഷെ അത് പരിമിതിയാണ്, അത് അതേപോലെ തന്നെ യുണീക്ക്നെസ്സും ആണ് കേരളത്തിൽ. അപ്പം വേറെ സംസ്ഥാനക്കാള് ഡൈ ചെയ്യും, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് ടൈം ഇന്റർവ്യൂ ചെയ്ത ഒരു വീവിംഗ് ക്ലസ്റ്ററുകാർ പറഞ്ഞിരുന്നു, അവർ മസ്ലിനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. കേരളത്തിന്റെ ഈ സദേൺ റീജിയനിലാണ് ഈ ഫൈനർ ഫാബ്രിക്സ് വരുന്നത്. ട്രിവാൻഡ്രം, എസ്പെഷ്യലി ട്രിവാൻഡ്രാണ് ഈ ഫൈനർ സെറ്റ് സാരി, ഫൈനർ ഫാബ്രിക്സ് വരുന്നത്. കാനന്നൂരിലും മലബാറിൽ വരുമ്പോൾ ആക്ച്വലി അതിന്റെ സ്ട്രെങ്ത് ഫേർണിഷിംഗ് ഫാബ്രിക്സ് ആണ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും US-ലൊക്കെ ഈ കാലിക്കറ്റ് അതുപോലെ കണ്ണൂർ എന്ന് പറഞ്ഞ ഏരിയകളിൽ നിന്ന് ധാരാളം ഫേർണിഷിംഗ് ഫാബ്രിക്സ് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രെയിം ലൂംസിൽ. മറ്റത് നമ്മുടെ ഫൈനൽ ഫാബ്രിക്സ് വരുന്നത് പിറ്റ് ലൂംസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ കാനന്നൂർ ഭാഗത്ത് വരുമ്പോൾ അത് ഫ്രെയിം ലൂംസ് ആണ്, കുറച്ചുകൂടി എന്താ സ്ട്രോങ് ലൂമാണ്. അതുകൊണ്ട് തന്നെ കോഴ്സർ ഫാബ്രിക്സ് ധാരാളമായിട്ട് കാനന്നൂർ ഭാഗത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഫേർണിഷിങ്സ് ധാരാളമായിട്ട്. കാനന്നൂരിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും ഫേർണിഷിംഗ് ഫാബ്രിക്സ് ആണ്. അപ്പൊ രണ്ട് നോർത്തും, കേരളത്തിൽ നോർത്തും സൗത്തും രണ്ട് വെറൈറ്റിയാണ്. പക്ഷെ ഇപ്പൊ പ്രോഡക്റ്റ് മിക്സ് എന്നുള്ള നിലക്കില് പിന്നെ സൗത്തില് ഫിനിഷിങ്സ് ചില പ്രൊഡക്ഷൻ ഉണ്ട്, മീഗർ പ്രൊഡക്ഷൻ ആണ്. അതുപോലെ കാനന്നൂരില് ഫൈനർ ഡ്രസ് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം കാഞ്ഞിരോട് എന്ന് പറയുന്ന ഒരു വീവിംഗ് ക്ലസ്റ്റർ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞൊരു 96 to ഒരു 10 വർഷം അവര് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അവർക്കില്ല എന്ന് അവരിത് പറഞ്ഞായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞില്ലേ ബാലരാമപുരം ആ ഒരു ഏരിയയിലേക്കാണ് ഇതുള്ളത്. അത് മാത്രമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു നല്ല പോയിന്റ് ആയിരുന്നു. താങ്ക് യു. പിന്നെ കണ്ടംപററി ഫാഷന് കേരള എന്റെ ഒരു റിസർച്ച് ഉണ്ടല്ലോ, അപ്പോ അതിനെപ്പറ്റി സാറിന്റെ ഒരു ഒപ്പീനിയൻസ് ഒന്ന് പറയാമോ? കണ്ടംപററി ഫാബ്രിക്സിന് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂമിൽ ഇപ്പൊ ഫൈനറും ഒരു മീഡിയം, കോഴ്സർ എല്ലാതരം വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടംപററി ഒരു ഫാബ്രിക്സ് ടെക്സ്ചർ എന്നുള്ള നിലക്ക് ഈ എല്ലാ ടെക്സ്ചറുകളും കണ്ടംപററി ഫാഷന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷെ അത് ഉപയോഗപ്പെടുന്ന തന്നെ ഈ യുണീക്ക്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഹാൻഡ്ലൂമിൽ തന്നെ ഒരു നീഷ് മാർക്കറ്റ് നമുക്ക് കിട്ടുക. നമ്മൾ ഹാൻഡ്ലൂം നമ്മൾ ഇപ്പോഴുള്ള പവർലൂം ഫാബ്രിക്കായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ഇത് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് ഹാൻഡ്ലൂം പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു മാർക്കറ്റ്, അത് തന്നെ കണ്ടംപററി പിന്നെ മേഖലയിൽ ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പറ്റുന്ന ഡിസൈൻസ് പിന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നുവെച്ചാൽ നമുക്ക് ഒരിക്കലും കോസ്റ്റ് വൈസ് നമുക്ക് പവർലൂമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ ഹാൻഡ്ലൂം വളരെ ലോ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ കോസ്റ്റിന് തന്നെ അതിന് യുണീക്നെസ് മീൻസ് ഹാൻഡ്ലൂമിൽ മാത്രം കിട്ടാവുന്ന ചില പ്രോഡക്ട്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഡിസൈനർമാരെ ക്രിയേറ്റീവ്നെസ് ആണ്. ആ ക്രിയേറ്റീവ്നെസ് ഉപയോഗപ്പെടുത്തിക്കാൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴങ്ങനെ നിലവിൽ തന്നെ മാർക്കറ്റിൽ കണ്ടംപററി ഫാഷന് വേണ്ടി ഹാൻഡ്ലൂംസ് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫാഷൻ ഷോകളൊക്കെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംഘടിപ്പിക്കുന്നത്, ഓൾ ഇന്ത്യ ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നത് ഓൺലി കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഫാഷൻ ഷോ. അതുപോലെ ഹാൻഡ്ലൂം ഫാബ്രിക്സ്, ഫർണിഷിംഗ് ഫാബ്രിക്സ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഫർണിഷിംഗ് ഫാബ്രിക് എക്സിബിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്.
സാർ നേരത്തെ പറഞ്ഞല്ലോ കേരള ഹാൻഡ്ലൂമിന്റെ ഒരു വ്യത്യാസം ഈ അതിന്റെ ഒറിജിനൽ കളർ യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പം ടെക്നിക്കലി അതായത് ബംഗാളിൽ ഒത്തിരി ഹാൻഡ്ലൂംസ് ഉണ്ട്, പിന്നെ തമിഴ്നാട് കർണാടകയിലൊക്കെ ഉണ്ട്. അപ്പോ ടെക്നിക്കലി ഉള്ള ഒരു ഡിഫറൻസ് എന്താണ്? ടെക്നിക്കലി ഡിഫറൻസ് പറയുമ്പോൾ ഇപ്പം ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ടെക്നോളജികളും കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ജാക്കാർഡ്സ് ആണ് ഡിസൈനുകൾ, ഡോബീസ്, ഇതൊക്കെ തന്നെ നമ്മൾ കേരളത്തിലും ഹാൻഡ്ലൂംസിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നവഡേസ് ഈ ടെക്നോളജി അറിയാവുന്ന ഇപ്പൊ ഈ ടെക്നോളജികളൊക്കെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വീവേഴ്സ് വേണം. കേരളത്തിൽ ഇപ്പൊ അത്തരം വീവേഴ്സ് കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് IIHT ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഈ ജക്കാർഡ് വീവിങ്ങിലൊക്കെ പുതിയ നെയ്ത്തുകാർക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ നെയ്ത്തുകാർക്ക് തന്നെ. പക്ഷെ എങ്കിൽ പോലും കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളം ഈ ടെക്നോളജി വൈസ് കൂടുതൽ ടെക്സ്റ്റൈൽഡ് ഫാബ്രിക്സ് നെയ്യുന്നതിന് പൊതുവെ വീവേഴ്സിന് താല്പര്യം കുറവാണ്. മീൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വീവ് പ്ലെയിൻ വീവാണ്. കേരളത്തിലെ പ്രോഡക്ട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90% പ്ലെയിൻ വീവ് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. പിന്നെ അല്ല, ഇത് ജക്കാർഡ് വീവ് ടെക്നോളജി, പക്ഷെ ആ ടെക്നോളജി പിന്നീട് എന്താ പറയാ നമ്മളെ വ്യൂവേഴ്സിന് അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാല് അന്യം നിന്ന് പോയി എന്ന് പറയില്ലേ, അങ്ങനെ പോയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ടെക്നോളജി. ഓരോ ട്രഡീഷണൽ തന്നെ എന്താണ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോ പിന്നെ നമ്മളെ മോഡേൺ എഡ്യൂക്കേഷൻ ഒക്കെ വന്നപ്പോ സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ ഈ ട്രഡീഷണൽ ട്രാൻസ്ഫറിങ് നടക്കില്ലല്ലോ. എല്ലാവരും ക്ലാസ് റൂമിൽ എത്തിയില്ലേ. മുമ്പ് വീവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ തൊഴിലും അവരെ ഫാമിലിയിൽ ഇപ്പൊ ഒരു ഫാമിലിന്റെ അടുത്ത തലമുറ എല്ലാം ഈ മേഖല ഒരു ട്രഡീഷണൽ മേഖലയിലായിരിക്കും. അപ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം കുറെയൊക്കെ ഈ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജിയും ട്രഡീഷണലി ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ട്രെയിനിങ് സംഘടിപ്പിച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത്. പക്ഷെ അതിനും വേജസ് കുറവായതുകൊണ്ട് ഇപ്പം ഈ തൊഴിൽ ഹാൻഡ്ലൂമിൽ പൊതുവെ ഒരു വീവർക്ക് ഒരു ദിവസം മാക്സിമം ഹാർഡ്ലി ഒരു 500-600 റുപ്പീസ് ഒക്കെ മാക്സിമം കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിൽ മേഖലയിലേക്ക് വരാൻ വേണ്ടി ആൾക്കാർ പുതിയ തലമുറ താല്പര്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ കാസർഗോഡ് വീവിംഗ് ക്ലസ്റ്റർ പോയായിരുന്നു. പിന്നെ മെന്നാന്ന് ഇന്റർവ്യൂ ചെയ്തവരും ഒക്കെ ഇതാണ് പറയുന്നത്, പുതിയ ആരും വരുന്നില്ല, ഒക്കെ ഏജ് ആയ ആളുകളാണ്, അവർ പെൻഷൻ ആയിട്ടും പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മുടെ അതായത് സാർ ഇപ്പൊ പറഞ്ഞതിന്റെ തന്നെ ബാക്കിയാണ്, യങ് ജനറേഷൻസ് വരാത്തത് മെയിൻ കാരണം ഈ അവര് വേറെ കോഴ്സ് പഠിക്കാൻ പോകുന്നുള്ളത് മാത്രമാണോ? അല്ല, യങ് ജനറേഷൻ പറഞ്ഞത് ഇതൊരു ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ലെവലില് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംഭവം ഇപ്പം നടക്കുന്നില്ല. ഒക്കെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ ആ രീതിയിൽ അതൊരു ഇഷ്യൂ ആണ്. പിന്നീട് പിന്നെ ഞാൻ പറഞ്ഞ ഈ വേജസ് എന്നുള്ള നിലക്കാണ്, വേജസിന്റെ കുറവ്. പക്ഷെ അത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഡിസൈനിങ്ങില് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഇങ്ങനെ യുണീക്ക് ഡിസൈൻസ് ഹാൻഡ്ലൂം ചെയ്ത് നല്ല ഹൈലി വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഒരു നീഷ് മാർക്കറ്റ്, ഹാൻഡ്ലൂമിന് ഒരു നീഷ് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം പ്രോഡക്റ്റുകൾ നെയ്യുന്നവർക്ക് ഒരു ഹയർ വേജസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു ഡിസൈനർ എന്നുള്ള നിലക്ക് ഒരു ഡിസൈനർക്കാണ് അതിൽ പ്രധാന റോള്. ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സിന് അത്ര ഒരു ബ്രാൻഡായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരും. ബ്രാൻഡ്, അപ്പൊ ആ ബ്രാൻഡ് പ്രോഡക്ട്സ് നെയ്യുന്നവർക്ക് ഒരു ഹൈ വേജസ് കൊടുക്കുക. അതേപോലെ തന്നെ മെയിൻലി ലേഡീസാണ് ഉണ്ടാവുക കൂടുതലും. പിന്നെ സ്ത്രീകളുണ്ട് തൊഴിലില്ലാത്ത. സ്ത്രീകൾക്ക് ഹൗസ് ഹോൾഡായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാക്കിയിട്ട്, പക്ഷെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക
ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ആണ്. ആ ബ്രാൻഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹാൻഡ്ലൂമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ടാവണം. അങ്ങനെ ചെറിയ അളവിൽ ചെയ്യുന്നുണ്ട് ചില ഡിസൈനേഴ്സ് ഒക്കെ. ചേന്നമംഗലത്തൊക്കെ അവര് നിങ്ങളെപ്പോലെ നിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ ചിലര് അവിടുത്തെ ഫൈനൽ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗപ്പെടുത്തി ഗാർമെന്റ് ചെയ്തോ, മെയിൻലി ഫിലിം സ്റ്റാർസിനെ അങ്ങനെയുള്ള ഒരു നീഷ് മാർക്കറ്റിൽ അവര് ചെയ്ത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, ഒരു ലിമിറ്റഡ് നമ്പറാണ്. ഒരു മാസ് ചെയ്യാൻ പറ്റും, ലിമിറ്റഡ് നമ്പർ ചെയ്യാൻ പറ്റും ചെയ്യണം. പക്ഷെ ആ രീതിയിൽ ചെയ്യാനുള്ള സാധ്യതയും അതിനുള്ള യുണീക്നെസ്സും സ്ട്രെങ്തും എസ്തെറ്റിക്സ് ഒക്കെ ഹാൻഡ്ലൂമിനുണ്ട്. പക്ഷെ അതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു നമ്മൾ. ഈ 108 എന്നുള്ളൊരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? കൊച്ചിയുള്ള അവരെങ്ങനെ ചെണ്ടമംഗലത്ത് മാത്രമുള്ള ഫാബ്രിക് എടുത്ത് അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ലൈക്ക് അവരൊരു ഗാർമെന്റിന് 80,000 ആണ് ചാർജ് ചെയ്തേക്കുന്നത്. ഞാൻ പോയപ്പോ കണ്ടായിരുന്നു. ഒരു ഉടുപ്പ്, നോർമൽ ഒരു ഉടുപ്പ് ഇവരുടെ ഈ ഫാബ്രിക്കിലാണ് ചെയ്തത്. അതാണ് ആ രീതിയിലുള്ള വാല്യൂവിലേക്ക് പിന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കിട്ടുന്ന അതിനനുസരിച്ച് നമുക്ക് വീവേഴ്സിന് പേ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നമുക്ക് പിന്നെ കൂടുതൽ വ്യൂവേഴ്സ്, യങ്സ്റ്റേഴ്സ് കടന്നു വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ഈ എക്സ്പോർട്ടിങ്ങിനെ പറ്റിയിട്ട്, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും നമ്മളെ നോർമൽ ഫാബ്രിക്കും തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവുമോ? അത് എക്സ്പോർട്ട് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാല്, പവർലൂമില് കോമ്പറ്റേറ്റീവ് കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ പവർലൂമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മിനിമം ഇത്ര മീറ്റർ ആണെങ്കിൽ, മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് എന്താ പറയാ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് കോസ്റ്റിൽ. അപ്പം ഇപ്പൊ ഒരു ഓർഡർ 100 മീറ്റർ ഓർഡർ, 50 മീറ്റർ ഓർഡർ, ആ രീതിയിലുള്ള ഓർഡറും പിന്നെ അതേസമയം പവർലൂമിൽ കോസ്റ്റ് കോമ്പറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ ചില ഡിസൈൻസ് ഉണ്ടാവും, കുറച്ച് മാനുവൽ വർക്ക് കൂടി വരുന്നത്. അപ്പൊ അത്തരം ഡിസൈനുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പവർലൂമിൽ എത്ര ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ടെക്നിക്കലി ചെയ്യാൻ പറ്റും. പക്ഷെ കോസ്റ്റ് കോമ്പറ്റീവ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സ് ആണ് പലപ്പോഴും ഹാൻഡ്ലൂമിലേക്ക് വരുന്നത് ഓർഡറുകളായിട്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 90 മുതൽ 97 വരെ കോഴിക്കോട് കോംപ്രസ് എന്ന ഫാക്ടറിയിലെ വർക്ക് ചെയ്തത്. അവിടെ 100% യൂറോപ്പിൽ എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ആ വെറൈറ്റി ഒന്നും നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് അവർക്ക് കിട്ടിയ ഓർഡേഴ്സ് കോമ്പറ്റീറ്റീവ് ആയിട്ട് പവർലൂമിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര ഓർഡേഴ്സ് ഉണ്ട്, അന്നും പവർലൂം ഉണ്ട്. പക്ഷെ ആ രീതിയിൽ പിന്നെ ഹാൻഡ്ലൂമിന് സ്പെഷ്യൽ വെറൈറ്റി, ഹാൻഡ്ലൂമിൽ മാത്രം പറ്റുന്ന നോട്ട് ടെക്നിക്കലി അല്ല പറയുന്നത്, മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ചെയ്യുന്ന വെറൈറ്റി ഉണ്ട്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഹാൻഡ്ലൂമിൽ ഉണ്ടാക്കിയിരുന്നത്, ഹാൻഡ്ലൂമിൽ തന്നെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോഴും പലപ്പോഴും ഹാൻഡ്ലൂം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന തുണികളിൽ ഇപ്പൊ ഹാൻഡ്ലൂം തന്നെ വേണമെന്നൊന്നും ഇപ്പം ഇന്റർനാഷണലി എന്താ പറയാ ആ നിയമങ്ങളില്ല. അപ്പം ഹാൻഡ്ലൂമും പോവാം, ഒരു ഡിസൈനിൽ ഹാൻഡ്ലൂമിൽ ചെയ്യാം, പവർലൂമിൽ ചെയ്യാം. പക്ഷെ ചിലത് സ്പെഷ്യൽ വെറൈറ്റി നമുക്ക് ഹാൻഡ്ലൂമിലാണ് ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പൊ അത്തരം വെറൈറ്റിയാണ് എക്സ്പോർട്ടിൽ കൂടുതലായിട്ട് കിട്ടുക. ഈ ഹാൻഡ്ലൂമിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ മീറ്റർ എത്രയാണ്? അല്ലെ, ഹാൻഡ്ലൂമിൽ ഈവൺ യു ക്യാൻ ഡു 10 meters, 15 meters, ഈവൻ 15, ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സാറ് പറഞ്ഞില്ലേ പവർലൂമില് 50-100 ഒക്കെയാണ് എന്ന്. ഇപ്പം ഹാൻഡ്ലൂമിൽ എത്രയാന്ന് അറിയാൻ വേണ്ടി 15-10 ഒക്കെ ചെയ്യാം. സാറ് പറഞ്ഞില്ലേ പവർലൂമിൽ 100 മീറ്ററും 50 മീറ്ററും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഹാൻഡ്ലൂമിൽ എത്രയാ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. അതെ, ഹാൻഡ്ലൂമിനെ ഞാൻ പറഞ്ഞു ഒരു 10 മീറ്ററിലൊക്കെ നമുക്ക് വേണേ ചെയ്യാം. 10 മീറ്റർ പ്രൊഡ്യൂസ് ചെയ്യാം. ഈവൺ ഒരു സാരി ലൂമിൽ 2 സാരി നെയ്യാം, 2 സാരി മാത്രമായിട്ട് നെയ്യാം. അപ്പൊ മിനിമം ഒരു 10 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ്ലൂമിൽ ചെയ്യാം. കൊമേഴ്സ്യലി 10 to 15 meters നമുക്ക് ചെയ്യാൻ പറ്റും മിനിമം. ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവില്ല, കസ്റ്റമേഴ്സ്. അപ്പോ അവരെ ആകർഷിക്കാൻ വേണ്ടി കേരള ഫാബ്രിക്സിൽ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന എന്താ
എന്തൊക്കെ ഹലോ 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 കേൾക്കാം. കേൾക്കുന്നു. ഓക്കെ. അതായത് പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഫാബ്രിക്സിന് അവർ കസ്റ്റമേഴ്സിന് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ GSM, കളറ്, ഫിനിഷ്, അതിന്റെ ഫാബ്രിക് ഫിനിഷിങ്, അങ്ങനെ സാർ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഏതൊക്കെ ഇതിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? അല്ല, എക്സ്പോർട്ടില് ഉണ്ടാവുന്ന സാധാരണ 2 രീതിയിലാണ് എക്സ്പോർട്ട് ചെയ്യുക. ഒന്ന്, നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാമ്പിള്, ആ സാമ്പിള് വെച്ചിട്ട് നമുക്ക് ഓർഡർ കിട്ടും, ആ സാമ്പിളിനെ ബേസ് വെച്ച്. അപ്പൊ ആ സാമ്പിള് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡ്ലൂമിൽ ചെയ്യാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾസ്, ഹാൻഡ്ലൂമിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സാമ്പിൾസ്, യഥാർത്ഥത്തിൽ കുറച്ചുകൂടി മാനുവൽ വർക്കൊക്കെ വരുന്ന ഇത് ചെയ്യണമെങ്കിൽ, പിന്നെ ആ ഡിസൈൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് യൂറോപ്യൻ മാർക്കറ്റാണ്. അപ്പൊ അത്ര മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അത്, പിന്നെന്താണ്, അവിടെ നിന്ന് വരുന്ന സാമ്പിൾസ് ആണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന സാമ്പിൾസ് ആകുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ക്വാളിറ്റിയാണ്. ഇപ്പൊ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്നത്, ഡിഫക്ട്ലെസ് ആയിട്ടുള്ള ഏറ്റവും, ഇപ്പം ഹാൻഡ്ലൂമിൽ വരുമ്പം അതിൻ്റെ ഒരു എന്താ പറയാ, ക്വാളിറ്റി മിസ്റ്റേക്ക് ആണോ, 2 രീതിയിൽ അതിനെ പറയും. ഇപ്പൊ നമ്മള് മാനുവലായിട്ട് വീവ് ചെയ്യുമ്പോൾ എന്തായാലും പവർലൂമിൽ ചെയ്യുന്ന ഒരു ഫാബ്രിക്കിൽ നിന്നും ആ മാനുവൽ വീവ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ പിക്സ് പെർ ഇഞ്ച് ബീറ്റിംഗ് ആണല്ലോ, പിന്നെ ഒരു വീവർ ബീറ്റിനനുസരിച്ചാണ് അതിന്റെ പിക്സ് പെർ ഇഞ്ച് വരിക. അപ്പൊ അതിലൊക്കെ ചെറിയ ഇറഗുലാരിറ്റീസ് ഹാൻഡ്ലൂമിൽ ഉണ്ടാവും, മൈനർ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. പക്ഷെ അതുകൂടി അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു, എന്താ പറയാ, ഒരു മാർക്കറ്റ് നല്ല നിരക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം വെച്ചാൽ ഹാൻഡ്ലൂമിൽ എളുപ്പത്തിൽ ഡിസൈൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു 50 മീറ്റർ വാർപ്പ് വെക്കുന്നു, നമുക്കതിൽ ഒരു 10 മീറ്റർ ഒന്ന് ചെയ്യാം, അടുത്ത 10 മീറ്ററിൽ വേണേ ലെഫ്റ്റ് മാറ്റി ചെയ്യാം, അടുത്ത 10 മീറ്ററിൽ വേറെ ഡിസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഡിസൈൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഹാൻഡ്ലൂം. ഇപ്പൊ പവർലൂമിൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ മീറ്ററും ആ ഒരു ഡിസൈൻ തന്നെ റൺ ചെയ്യാം. സാധാരണ ടെക്നിക്കലി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, പക്ഷെ അത് ഒരു വാർപ്പില് നമുക്ക് ഡിഫറെന്റ് ഡിസൈൻസ് ചെയ്യാം. അപ്പൊ അവിടെ വാർപ്പ് സെയിം ആയിരിക്കും, പക്ഷെ വെസ്റ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഓരോ ഡിസൈൻ വീവില് വേണേൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അപ്പോ നമുക്ക് ഡിസൈൻ ചേഞ്ച് എളുപ്പമാണ് ഇതില് ഹാൻഡ്ലൂമില്. ഓക്കെ. സാർ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഡിസൈനേഴ്സിനെ കൊണ്ടൊക്കെ ഫാബ്രിക്സ് ചെയ്യിക്കുമ്പോക്കെ അതിന്റെ തൊഴിലാളികൾക്ക് വേതനമൊക്കെ കൂട്ടിക്കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതൊരു സസ്റ്റൈനബിൾ ആക്ടിവിറ്റി ആണല്ലോ. എന്താ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട വേതനം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോ സസ്റ്റൈനബിൾ ഫാഷൻ ട്രെൻഡിന് കേരള ഹാൻഡ്ലൂമിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാമോ? ഇത് മാത്രമല്ലാത്ത വേണ്ട. ഇത് മാത്രമല്ലാത്ത രീതിയിൽ നമ്മളിപ്പോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന രീതി, അപ്പൊ ഹാൻഡ്ലൂം മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പവർലൂം ഫാബ്രിക് മാർക്കറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി മാറ്റണം. അവിടെ ഒരു വീവർ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഒരു വീവറെ കണ്ണിലൂടെയാണ് ആ തുണി നെയ്യുന്നത്. അപ്പൊ അതിനുള്ള, എന്താ പറയാ, അതിനുള്ള ഒരു ഇമോഷണൽ തിങ് ഉണ്ട്. ഇമോഷനും കൂടി ഒരു സ്റ്റോറി ഉണ്ടായില്ലേ പിന്നെ ഒരു വീവർ അന്ന് ഇത്. അപ്പൊ വീവേഴ്സിന്റെ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈവൻ വീവർ ഒരു ഫോട്ടോ കൂടി അതിപ്പം ഉദാഹരണത്തിന് നമ്മളെ പറയില്ലേ, നമ്മളെ മൊബൈൽ വെച്ച് ആ തുണി നെയ്തന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അതിന് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ടല്ലോ, എന്താണ് മൊബൈലിൽ എനിക്ക് ആ വേർഡ് കിട്ടുന്നില്ല, ആ ഫാബ്രിക്കില് കോഡ് ആ ഒരു QR കോഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാബ്രിക്കിൽ ആ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് മൊബൈൽ വെച്ച് നോക്കുമ്പോൾ ആ വീവർ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കിട്ടാവുന്ന രീതിയിൽ ഒരു ഇമോഷണൽ ഒരു അത്തരം ഫാബ്രിക്സ് ഇഷ്ടപ്പെടുന്ന, പിന്നെ ഉണ്ടല്ലോ, എന്താ പറയാ, ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമേഴ്സിന് ഉണ്ട്, വേൾഡിലുണ്ട്.
അത്തരം ഇത് കസ്റ്റമേഴ്സിനെ എനിക്ക് തോന്നി ഇത് കണ്ടെത്താൻ ഓൾറെഡി ഉണ്ടെന്ന്. കാരണം ഞാൻ എന്റെ പ്രൊജക്റ്റ് ഐഡിയ പ്രസന്റ് ചെയ്തപ്പോൾ മാം എന്നോട് പറഞ്ഞിരുന്നു ഇറ്റ്സ് സെല്ലിംഗ് എ സ്റ്റോറി. അപ്പൊ എന്താ നിങ്ങൾ ഇതിന്റെ തീർച്ചയായും പ്രൈസ് ടാഗിൽ ഇത് കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ കസ്റ്റമേഴ്സിന് അത് സ്കാൻ ചെയ്ത് കാണാം. ഉം. പക്ഷെ എനിക്കറിയില്ല ഇത് എന്താ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരു പ്രോജക്റ്റ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓ ഓക്കെ. കോളേജിന്റെ പ്രൊഡക്ട്സോ നിങ്ങൾ പ്രൊഡക്ട്സ് കോളേജിന്റെ പ്രോഡക്ട്സ് എല്ലാം നമ്മള് ഈ വാസിറ്റി ഇൻഡസ്ട്രി ലിങ്കേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. പക്ഷെ സ്റ്റുഡൻസ് പിന്നെ പ്രൊഡക്ഷനും സെന്ററും തമ്മിൽ ലിങ്കേജ് ചെയ്ത് സ്റ്റുഡൻസിനെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ഡിസൈൻ ചെയ്യുന്നു, അത് ഈ പ്രൊഫഷണൽ സെന്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡസ്ട്രി എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി ലിങ്കേജ് പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പ്രോജക്റ്റ് പക്ഷെ ഒരു പ്രോജക്റ്റുകൾ ചെയ്തിരുന്നു അതിന്റെ ഈ രീതിയിൽ പിന്നെ QR കോഡൊക്കെ വെച്ചുകൊണ്ട്. അതുപോലെ QR കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ക്വാളിറ്റി പെർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണ്, ഏതാണ് കൗണ്ട്, ഏതാണ് റീഡ്, ഏതാണ് ഫിക്സ്, കംപ്ലീറ്റ് ക്വാളിറ്റി പെർട്ടിക്കുലേഴ്സ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഈ ഹാൻഡ്ലൂമിനെ ആക്സസിബിൾ പ്രീമിയം ആയിട്ട് പൊസിഷൻ ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള സാറിന്റെ ഒപ്പീനിയൻ പറയാമോ? എനിക്ക് മനസ്സിലായില്ല. ഹാൻഡ്ലൂമിന് ഒരു ഇപ്പൊ അതൊരു ഹാൻഡ്ലൂമിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്താ ഒരു 2000 ആ ഒരു റേഞ്ചിലൊക്കെ. ഇപ്പൊ ഞാൻ മെനഞ്ഞാന്ന് സംസാരിച്ച പുള്ളി പറഞ്ഞത് എന്താ ഷർട്ടിന്റെ ഫാബ്രിക് ഒക്കെ 500 റുപ്പീസിനൊക്കെയാണ് സെല് ചെയ്യാൻ. നമ്മുടെ നോർമൽ ഒരു കടയിൽ പോയിട്ട് ഒരു ഷർട്ടിന്റെ ഫാബ്രിക് വാങ്ങുമ്പോൾ ഒരു 200 100 തൊട്ടുള്ള റേഞ്ചിന് കിട്ടുന്നു. അപ്പൊ അതൊരു ഒരു അക്സസിബിൾ പ്രീമിയം അല്ലേ, കുറച്ച് പ്രീമിയം ആണ്, എന്നാൽ 2000 എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റും ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു പൊസിഷൻ ചെയ്യുന്നതിലുള്ള സാറിന്റെ ഒരു ഒപ്പീനിയൻ. അല്ല, ഹാൻഡ്ലൂമിന് രണ്ട് മാർക്കറ്റും ഉണ്ട്. എന്താ വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് മാർക്കറ്റ്. അപ്പോ ഒരു 500 പെർ മീറ്റർ ഒക്കെ ഇപ്പൊ അഫോർഡബിൾ ആണ് മിഡിൽ ക്ലാസ്സിനും. മിഡിൽ ക്ലാസ് അതെ, അതാണ് ഈ ആക്സസിബിൾ പ്രീമിയം ആയിട്ട് പൊസിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അല്ല, ആ ഒരു റേഞ്ച് ഇപ്പൊ ഉള്ള റേഞ്ച് അതാണ്, ഇപ്പൊ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് അതാണ്. അപ്പൊ നമ്മളൊരു 300 റുപ്പീസിനൊക്കെ കിട്ടുന്ന ഫാബ്രിക്സ് ഹാൻഡ്ലൂമിൽ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പൊ ഒരു 500 അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ലഭ്യമാണ്. അപ്പൊ അത് ഇപ്പൊ നിലവിൽ ആ ഒരു മാർക്കറ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും കസ്റ്റമേഴ്സ് ആ റേറ്റിൽ വാങ്ങിക്കുന്നത് അത് ഹാൻഡ്ലൂം ആയതുകൊണ്ടാണ്. ഹാൻഡ്ലൂം എന്നുള്ള നെയിം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇപ്പോഴുള്ള ഒരു ഹാൻഡ്ലൂം പ്രോഡക്ട്സ് ആ റേറ്റിലൊക്കെ പോകുന്നു. പക്ഷെ ഹാൻഡ്ലൂമിനോട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു സെഗ്മെന്റ് ഇപ്പൊ കേരളത്തിലുണ്ട്, നിലവിലുണ്ട്. ഇപ്പൊ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഹെറിറ്റേജ് ആണോ, ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണോ, സസ്റ്റൈനബിലിറ്റി ആണോ എന്താ കൂടുതലായിട്ട് എടുത്തു കാണിക്കേണ്ടത്? ഇപ്പൊ ഞാനിപ്പോ എല്ലാം ആപ്ലിക്കബിൾ ആണ്. എല്ലാം ആപ്ലിക്കബിൾ ആണ്. ആപ്ലിക്കബിൾ ആണ്, ഹാൻഡ്ലൂമിനെ സംബന്ധിച്ച് എല്ലാം ആപ്ലിക്കബിൾ ആണ്. യുണീക്നെസ് ഉണ്ട്, പിന്നെ അതിലൊരു ഒരു ഇമോഷണൽ ഒരു എലമെന്റ് ഉണ്ട്. അതേപോലെ ഇമോഷനും ഹാൻഡ്ലൂമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ വർക്കാണ്. ഇപ്പൊ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് അൾട്ടിമേറ്റ്ലി ആ പണം എത്തുന്നത് ഒരു വീവർക്കാണ്, ഒരു വീവർക്കാണ്. നമ്മളൊരു പിന്നെ പവർലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് എത്തുന്നത് ചിലപ്പം വലിയൊരു മുതലാളിക്കായിരിക്കും, മില്യനെയർക്കായിരിക്കും. അപ്പൊ നമ്മൾ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് അതിനൊരു സോഷ്യൽ വർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയാണ് ഒരു ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്? അല്ല, ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അപ്പൊ ഹാൻഡ്ലൂം പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ആണല്ലോ ഹാൻഡ്ലൂം വീവേഴ്സിന്റെ ബേസ്, ഓപ്പർച്യൂണിറ്റി. ഇപ്പോ ഒരു
ഒരു ഫാബ്രിക് സെയിൽ ആയാലല്ലേ ഒരു ഫാബ്രിക് നെയ്യാൻ പറ്റും, വീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാളൊരു ഹാൻഡ്ലൂം ഫാബ്രിക് വാങ്ങിക്കുന്നത് ദേ ആർ സപ്പോർട്ടിങ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. അപ്പൊ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വീവറാണ്. അപ്പൊ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഒരു ഒരു എന്താ പറയാ, ഒരു വീവറെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് സോഷ്യൽ വർക്കായിട്ട് വേണേൽ കാണാം, അങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഏറ്റവും ഒരു ഒരു സെഗ്മെന്റിനാ എന്താന്ന് പറഞ്ഞാല് ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, ഇതിന് തുല്യമാണ് എന്ത് ഒരു ഹാൻഡ്ലൂം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഒരു സോഷ്യൽ മൈൻഡ് ഇതായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം ഒരു മേഖലയെ കുറിച്ച് പിന്നെ നമ്മളെപ്പോഴും അങ്ങനെയല്ല, ട്രഡീഷണൽ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഒരു സോഷ്യൽ വർക്ക് കൂടെയാണ്. അത് ഏത് രംഗത്തായാലും, ഹാൻഡ്ലൂം ആയാലും pottery ആയാലും ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് ആയാലും എല്ലാത്തിലും നമ്മൾ ട്രഡീഷണൽ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ ഒരു സെഗ്മെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഈ വീവേഴ്സ് പറയുന്നത്. ആ മേഖലയാണ് അഡ്വാൻറ്റേജ് അവരാണ് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാൻഡ്ലൂം ഫാഷൻ ബ്രാൻഡ് തുടങ്ങി, അതായത് ഹാൻഡ്ലൂം ഫാബ്രിക് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ബ്രാൻഡ് ചെയ്യുന്ന തുടങ്ങുന്ന ഒരാൾക്ക് സാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പ്രോഡക്റ്റ് ഷുഡ് ബി യുണീക്ക്. പിന്നെ അതിന്റെ ഒരു ട്രഡീഷണൽ വാല്യൂ അതിനുണ്ടാവണം. ഇറ്റ് നീഡ് ടു കോമ്പറ്റേറ്റ് വിത്ത് എന്താ പറയാ, നിങ്ങൾ മറ്റേ കണ്ടംപററി ഇല്ലേ, അപ്പൊ കണ്ടംപററി കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത് കണ്ടംപററിയുടെ സ്റ്റൈൽസ് എടുത്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ വേണം, പക്ഷെ ഇതിന് നിങ്ങളുടെ ഒരു യുണീക്നെസ് ഒരു ട്രഡീഷണൽ വാല്യൂ അതിലുണ്ടാവണം. നമ്മൾ ഏത് പ്രോഡക്ട്സ് ആയാലും ഒരു ട്രഡീഷണൽ പ്രോഡക്ട്സിന് അതിന്റെ ഡിസൈനിങ് തന്നെ ഒരു ഡിഫറൻസ് ഇല്ലേ. ഏത് നമ്മളൊരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ല, ഒരു മെക്കാനിക്കലി മേക്ക് ചെയ്യുന്ന ഒരു സാധനം, കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ് എന്തായാലും കാണിക്കണം. അല്ലാതെ നമ്മളൊരു മെഷീൻ ഉൽപ്പന്നത്തിന്റെ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല. അതിന് ആ യുണീക്നെസ് നമ്മൾ കാണിക്കണം. ആ യുണീക്നെസ് ഡിസൈനർക്ക് അതില് പിന്നെ എന്താ പറയാ അപ്ലൈ ചെയ്യാൻ കഴിയണം ഒന്ന്. പിന്നെ ആ യുണീക്നെസ് മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ട്രഡീഷണൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിനെ കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യണം. എന്തെല്ലാണ് വെറൈറ്റി പോസിബിലിറ്റി. ഇപ്പൊ നിലവിലുള്ള ഒരു അത്തരം ഒരു ഇൻഡസ്ട്രി ചെയ്യുമ്പോൾ നമുക്ക് ഓൾച്ചുഗദർ പെട്ടെന്ന് ഈ പ്രോഡക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളെ റോ മെറ്റീരിയല് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ഫാബ്രിക്സിൽ പിന്നെ നമ്മളൊരു ഫാഷൻ ബ്രാൻഡ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ക്ലസ്റ്ററിലുള്ള പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി, കോസ്റ്റ്, അവിടെയുള്ള ടെക്നോളജിസ്റ്റ്, അവിടുത്തെ വീവേഴ്സ്, ആ ക്ലസ്റ്ററിന് ഓൾ ടുഗദർ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആ ക്ലസ്റ്ററിൽ ഇപ്പൊ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, പിന്നെയാണ് അതെങ്ങനെ നമുക്ക് ആൾട്ടർ ചെയ്ത് ഒരു കണ്ടംപററി ഇതിലേക്ക് മാറ്റിയെടുക്കാന്നാണ്. അതായത് നമ്മൾ ആദ്യം ഒരു ഡിസൈൻ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക എളുപ്പമായിരിക്കില്ല. ചേന്നമംഗലത്തിൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ചേന്നമംഗലത്തിലുള്ള പ്രോഡക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ചേർന്നുകൊണ്ടാണ് ഇത് അവർ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. സാർ പറയുന്ന ബ്രാൻഡ് ഏതാണ്? ഞാൻ ബ്രാൻഡ് അല്ല, ഞാൻ കുറെ പ്രോഡക്ട്സ് ഡിസൈൻസ് ഇപ്പം പിന്നെ പൂർണിമ, ഇന്ദ്രജിത്ത് ഒക്കെ ചെയ്യുന്നില്ലേ. അവര് ചെണ്ടമംഗലത്തിലെ ഫാബ്രിക്സ് എടുത്തിട്ടാണോ ചെയ്യുന്നത്? അവര് അല്ല അവര് പല ഞാൻ ചെന്നമംഗലത്ത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവരെ ഡീറ്റെയിൽസ് ഒന്നും പല ഡിസൈനേഴ്സ് അവിടെ നിന്ന് വീവേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഡിസൈനേഴ്സ് അവിടെ നിന്ന് ഫാബ്രിക് സോഴ്സ് ചെയ്യുന്നുണ്ട്. എറണാകുളത്തുള്ള സോൾട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അറിയോ? അവര് ചെണ്ടമംഗലത്തുനിന്ന് ഫാബ്രിക് എടുത്തിട്ട്
ഇപ്പം അത് ആ ഈ ഓണം കളക്ഷൻസ് ഇപ്പൊ 2 അത് വർഷമായി ഇറക്കി. പ്രധാനമായിട്ടും അത് സംഭവിച്ചത് ഈ ഫ്ലഡ് വന്നില്ലേ നമ്മുടെ ആ ആ ഫ്ലഡിന് ആ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ആയിരുന്നു. അപ്പൊ പല സോഷ്യൽ വർക്കേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് ചേന്നമംഗലത്ത്. അപ്പൊ ആ ഒരു ടൈമും കൂടിയാണ് ഈ പല ഡിസൈനേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് കുറെ പേര് ഈ ചേന്നമംഗലം പ്രോഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രധാനമായിട്ടും തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ. നെഫ്റ്റിലെ എന്റെ 2 സീനിയേഴ്സ് കണ്ണൂരിന്ന് ഏതാ ബ്രാൻഡ് ക്ലസ്റ്റർ എന്ന് എനിക്കറിയില്ല. ക്ലസ്റ്ററിന്ന് ഫാബ്രിക് എടുത്തിട്ട് അവരൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, സൂയി പറഞ്ഞിട്ട്. ആ പ്രധാനമായിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തോർത്തൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ടവലില്ലേ ഓക്കെ ഓക്കെ ആ ആ ആ ഞാൻ ബേസിക് പ്രോഡക്ട്സ് ഞാൻ വിചാരിച്ചത് കണ്ടിട്ട് എനിക്ക് മസ്ലിൻ പോലെ തോന്നി, പക്ഷെ അവരെ എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയിട്ടില്ല. മസ്ലിൻ അല്ല, ഫൈനൽ ഫാബ്രിക്സ് ആയിരിക്കും. ഓക്കെ. ഇങ്ങനെ സുയൻ അത്ര ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം പ്രോഡക്ട്സ് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. മമ്മൂട്ടിയൊക്കെ എടുത്ത് ഇട്ടിട്ട് കണ്ടായിരുന്നു. ആ മമ്മൂട്ടി മമ്മൂട്ടി ആ അതൊക്കെ അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ അതെ. ഭാഗമാണ്. ഉം. പിന്നെ ഈ മാർക്കറ്റിങ്ങിന്റെ തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ, QR കോഡിലൂടെ നമ്മുടെ ആ ഒരു സ്റ്റോറി സെല് ചെയ്യാൻ പറ്റുന്നു. QR കോഡിൽ അല്ലാണ്ട് വേറെ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുക? QR കോഡ് വരുമ്പോ ആ പ്രോഡക്റ്റിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ സ്പെസിഫിക് പ്രോഡക്റ്റിന്റെ ാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഹാൻഡ്ലൂമിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഹാൻഡ്ലൂംസിന്റെ സ്റ്റോറി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. വീവേഴ്സ് വീവ് ചെയ്യുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാം. അപ്പോ ഈ ഒരു ട്രഡീഷണൽ ഫീൽഡിനെ കുറിച്ച് ജനറൽ പബ്ലിക്കിനെ അവയർ ആകുന്ന രീതിയിൽ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഹാൻഡ്ലൂമിനെ ബേസ് ചെയ്തിട്ടുള്ള ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലുള്ള അത്ര ഡൈവേഴ്സിറ്റി വേൾഡിൽ എവിടെ ഇല്ല പ്രോഡക്റ്റില്. ഇപ്പൊ ബനാറസ് തൊട്ട് നമ്മുടെ എന്താ കന്യാകുമാരി വരെ, അല്ല കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഹാൻഡ്ലൂം ഉണ്ട്. ഹാൻഡ്ലൂമിനെ പറ്റി പറയുന്നത് നമ്മുടെ ശരീരത്തില് ഞരമ്പ് പോലെ തന്നെയാണ്, വെയിൻസ് പോലെയാണ് ഇന്ത്യയിലെ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് വെയിൻസ് ഇല്ലാത്ത ഭാഗം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഇന്ത്യയിൽ എവിടെ പോയാലും ഒരു ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ഉണ്ടാവും. എല്ലാ ഡിസ്ട്രിക്റ്റിലും, ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതുണ്ട്. ഇന്ത്യയിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു ഹാൻഡ്ലൂം. അപ്പൊ അതുപോലെ ഇന്ത്യയിലാണ് എല്ലാ വെറൈറ്റി. ഈവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് പോലും ഈ ഇന്ത്യൻ ഹാൻഡ്ലൂംസിനെ അന്വേഷിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെ മസ്ലിനിലെ നമ്മളെ മസ്ലിൻ ഫാബ്രിക് ഫൈനർ, ലോകത്ത് തന്നെ ഏറ്റവും ഫൈനർ ഫാബ്രിക്സ് നമ്മളെ ബംഗാൾ മസ്ലിനാണ്. ധാക്ക മസ്ലിൻ. അതേപോലെ ഏറ്റവും ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത് ഒന്ന് ബനാറസ് സാരി സിൽക്കില്, അതുപോലെ കാശ്മീരി കാർപ്പറ്റ്. ഇതൊക്കെ വളരെ സ്കില്ല് വേണ്ടതും ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെയുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പം ഇന്ത്യയിലുള്ളത്ര വെറൈറ്റി ഇന്ന് ലോകത്ത് മറ്റെവിടെ ഇല്ല. പിന്നെ മറ്റു പല സ്ഥലത്തും ഇപ്പൊ ഹാൻഡ്ലൂം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയില് ഗവൺമെന്റ് സപ്പോർട്ട്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ മേഖലനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ പണ്ട് ഡെവലപ്മെന്റ് ഓഫ് DCA, ഡെവലപ്മെന്റ് കമ്മീഷൻ ഓഫ് ഹാൻഡ്ലൂംസിന്റെ അണ്ടറിൽ ഹാൻഡ്ലൂമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകള്, അതുപോലെ നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാൻഡ്ലൂമിനെ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഇപ്പോഴും ഹാൻഡ്ലൂം ഇന്ത്യയിൽ ഒരു വലിയ എംപ്ലോയ്മെന്റ് ഏരിയ ആണ് ഇപ്പോഴും മറ്റൊരു സ്റ്റേറ്റിലും. പിന്നെ നമ്മളെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ, നമ്മളെ മലബാറിൽ വരുന്ന ഞാൻ പറഞ്ഞ ഫേർണിഷിംഗ് ഫാബ്രിക്സ്, ഇത് ആക്ച്വലി ഈ ലൂമ് ജർമ്മൻ ടെക്നോളജിയാണ് മലബാറിൽ ഉപയോഗിക്കുന്നത്. അല്ല, നമ്മളിപ്പോ ഫേർണിഷിംഗ് ഫാബ്രിക്സ് മലബാറിൽ കാനന്നൂരിലൊക്കെ
ഇതിനുപയോഗിക്കുന്ന ലൂമിന്റെ വീവിംഗ് ടെക്നോളജി ആക്ച്വലി വന്നത് ജർമ്മനിയിൽ നിന്നാണ്. ബാസൽ മെഷീനാണ് ഈ ടെക്നോളജി ഇന്ത്യയിൽ കേരളത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹെവി ലൂംസ് കേരളത്തിൽ ഉണ്ടായത്. പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി മൂവ്മെന്റിന്റെ ഇതൊക്കെയാണ് ഇപ്പോഴും ഹാൻഡ്ലൂമിനെ നിലനിർത്തുന്നത്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്ര ഹാൻഡ്ലൂംസ് ഒന്നും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. വലിയൊരു ദിവസം ഈ കോപ്പറേറ്റീവ് ഫോൾഡറിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് വളരെ കുറവാണ്. പിന്നെ അടുത്തത് മാർക്കറ്റിംഗിൽ തന്നെ നമ്മുടെ ഈ ഹാൻഡ്ലൂം ഫാബ്രിക്സ് സസ്റ്റൈനബിൾ ആണല്ലോ. അപ്പൊ അതെങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റും? സസ്റ്റൈനബിൾ അതായത് സോറി, ഹാൻഡ്ലൂം ഫാബ്രിക്സ് സസ്റ്റൈനബിൾ ആണല്ലോ എല്ലാ ഹാൻഡ്ലൂം ഫാബ്രിക്സും. കാരണം അത് എന്താ പൊല്യൂഷൻസോ അത് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഹാൻഡ്ലൂം ഫാബ്രിക്സ്. അപ്പൊ അതുവഴി നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് സാധ്യതകളും ഇതൊക്കെ ഒന്ന് പറയാം? അല്ല, അതിപ്പോ സസ്റ്റൈനബിൾ പ്രോഡക്ട്സിന് ഓൾറെഡി ഗവൺമെന്റുകളും പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സസ്റ്റൈൻ എൻവയറമെന്റൽ കെയർ ഇപ്പൊ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇത്തരം സസ്റ്റൈനബിൾ പ്രോഡക്ട്സിനെ അതിന്റെ ഭാഗമാണ് ഈ സസ്റ്റൈനബിൾ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഹാൻഡ്ലൂമിന് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഇന്ന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ വലിയൊരു പൊല്യൂഷൻ ആണ് ടെക്സ്റ്റൈൽ ക്ലോത്ത് ഇൻഡസ്ട്രി. അപ്പൊ അതിനെ റീയൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കോട്ടൺ ആണെങ്കിൽ പലപ്പോഴും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും കോട്ടൺ സാരീസ് നമ്മളെ കട്ട് ചെയ്ത് പിന്നെ നമ്മളെ കാർപ്പറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പറയാ അപ്പൊ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോട്ടൺ നാച്ചുറൽ ആയതുകൊണ്ട് ഡീഗ്രേഡബിൾ ആണ്. അപ്പം നാച്ചുറൽ വലിയ ഹാർംഫുൾ മെറ്റീരിയൽ അല്ല, നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ജനറലി കോട്ടന്റെ സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഹാൻഡ്ലൂം ബേസ് ചെയ്യുന്ന മെയിൻലി കോട്ടണും സിൽക്കുമാണ്. സിന്തറ്റിക് യാൻസ് ഉപയോഗിക്കുന്നില്ല ഹാൻഡ്ലൂമിൽ. അപ്പോ അതുകൊണ്ട് തന്നെ ഹാൻഡ്ലൂം സസ്റ്റൈനബിൾ ആണ്. ആ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ബയേഴ്സിന്റെയും ഇന്റർനാഷണൽ ബയേഴ്സിന്റെയും തമ്മിലുള്ള, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ വിൽക്കുമ്പോൾ ഒരു റേറ്റ് അല്ലല്ലോ അവിടെ വിൽക്കുമ്പോൾ, അതേപോലെ തന്നെ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. അല്ല, അതിപ്പോ ഫേർണിഷ് ഫാബ്രിക്കിലാണെങ്കിൽ യൂറോപ്യൻസും പിന്നെ അമേരിക്കൻസും ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്യും. ഐ തിങ്ക് ഒരു 3 months കഴിയുമ്പോൾ അവര് ചേഞ്ച് ചെയ്യും. അപ്പൊ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ കേരളത്തിൽ വെച്ചാൽ നമ്മളൊരു കർട്ടണ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല്, ഒരു ടേബിൾ ക്ലോത്ത് ഒക്കെ വാങ്ങിച്ചു ചെയ്താൽ അത് ലോങ് ആണ്. നമ്മൾ 1 വർഷം 2 വർഷമൊക്കെ ഉപയോഗിക്കും വാഷ് ചെയ്ത്. അപ്പോൾ നമുക്ക് കൺസ്യൂമിങ് ക്വാണ്ടിറ്റി കുറവാണ് ഒന്ന്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഓർഡർ ഈ എക്സ്പോർട്ട് മാർക്കറ്റ് കിട്ടും. പിന്നെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഓൾറെഡി വെസ്റ്റേൺ മാർക്കറ്റ് യൂഷ്വലി എല്ലാ പ്രോഡക്റ്റും കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്കിവിടെ ഹാൻഡ്ലൂം പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രോഡക്റ്റ് യൂറോപ്യൻ മാർക്കറ്റിൽ അവിടെ തന്നെ അവര് വീവ് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര വേജസ് വരും? അപ്പൊ വേജസിൽ നമ്മളെ മറ്റ് കൺട്രീസിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള വേജസിന്റെ കുറവാണ് അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് ഒരു ഹാൻഡ്ലൂം എടുക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റ് കോസ്റ്റ് വരും അല്ലേ? അവിടെ വേജസ് ഹൈ ആണ്. ഇത് ബേസിക്കലി മെക്കാനിക്കൽ പാർട്ടിനേക്കാൾ ഇതിന്റെ കോസ്റ്റിൽ വരുന്ന വലിയൊരു ഘടകം വേജസ് ആണ്. വീവിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ യൂറോപ്യൻ മേഖലയിൽ നിന്നും ഒരു ഹാൻഡ്ലൂം പ്രോഡക്റ്റ് നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്.
ഇതാണ് പ്രധാന. അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജിയുടെ പ്രശ്നമില്ല. യൂറോപ്പിൽ നിന്ന് ഇപ്പം ജർമ്മനിയിൽ നിന്ന് ലൂം ഇവിടെ കൊണ്ടുവന്നെങ്കിലും ജർമ്മനിയിലേക്കൊക്കെ അത്ര ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പൊതുവെ എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഹാൻഡ്ലൂം പറഞ്ഞിട്ട് ഉള്ള ഒരു മാർക്കറ്റ് കുറവാണ്. ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഇതിൽ അതിനെ പ്രൊമോട്ട് ചെയ്താൽ ഇപ്പോൾ അവസ്ഥയിലേക്കെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സാധ്യത ഹാൻഡ്ലൂമിനുണ്ട്. അടുത്തൊരു 10 വർഷത്തില് ഉണ്ടാവാൻ പോകുന്ന ഹാൻഡ്ലൂം ഇൻഡസ്ട്രീന്റെ ഒരു ചേഞ്ചസ് എന്തൊക്കെയായിരിക്കുന്നതാണ് സാർ നോക്കിക്കാണുന്നത്? ചേഞ്ചസ് എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും? അല്ല, നാച്ചുറലി ഇതൊക്കെ ഡൈയിങ് ഇൻഡസ്ട്രിയാണ്. നാച്ചുറലി ഇത് ഞാൻ പറയല, നാച്ചുറലി ഇതിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇതിനു വേണ്ടി ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് പേര് ഇതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ കുറെ പേര് ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഡെവലപ്മെന്റ് ടെക്നോളജി അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്. ടെക്നോളജി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ മാർക്കറ്റ് സെഗ്മെന്റ് കണ്ടെത്താൻ നല്ല നല്ല ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ്, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറത്തു വരുന്ന ഡിസൈനേഴ്സ് അതിനുവേണ്ടി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് സ്റ്റിൽ സോഷ്യൽ കമ്മിറ്റ് അതുപോലെ നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ രണ്ട് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട്. എല്ലാ സാധ്യതകളും മനുഷ്യൻ എങ്ങനെ ഇതിനൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ള അനുസരിച്ചാണ്. അത് സ്വാഭാവികമായിട്ട് വരുന്ന മാറ്റങ്ങളല്ല. ഡിസൈനേഴ്സ് ഒരു സോഷ്യൽ മൈൻഡോട് കൂടി എല്ലാവരും അല്ല, ഒരു സെഗ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം മേഖലകൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറയില്ല എന്നാ ഫെയർ ട്രേഡ് ഒക്കെ ഇല്ല, ഇത്തരം മേഖലകളിൽ എത്ര പേര് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? ടെക്നോളജി ഉണ്ട്, അതിന്റെ ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്, അതിന്റെ എസ്തെറ്റിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ആരൊക്കെ തയ്യാറാവുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ്. IIHT സ്റ്റുഡൻസ് ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നുണ്ടോ? IIHT സ്റ്റുഡൻസ് നമുക്കറിയാം ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. അപ്പൊ അവര് പെട്ടെന്ന് ഇപ്പോഴുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാല് കോഴ്സ് കഴിഞ്ഞ പാട് കിട്ടുന്ന ജോലികളിലേക്ക് അബ്സോർവ് ചെയ്യപ്പെട്ടാണ്. അപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ പെട്ടെന്നൊരു തൊഴിൽ സാധ്യത വരിക ഈ മിൽ സെക്ടറിലാണ്. അപ്പം ഭൂരിപക്ഷവും അബ്സോർവ് ചെയ്യപ്പെടുന്ന മിൽ സെക്ടറിലാണ്. പക്ഷെ പിന്നെ പറഞ്ഞാൽ ഇതിനായിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള ഹാൻഡ്ലൂമിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവ്നെസ് ഉള്ള സ്റ്റുഡൻസ് നമുക്ക് കിട്ടണം. അപ്പൊ നിലവില് അതിന്റെ എന്താ പറയാ ക്വാണ്ടിറ്റി അത്തരം സ്റ്റുഡൻസ് ഉള്ളത് പൊതുവെ കുറവാണ്. എന്നാലും ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ചെയ്തു വരുന്നുണ്ട്, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് എന്റർപ്രണർ ആവുക എന്നുള്ളതാണ് ആ രീതിയിൽ. അപ്പൊ എവിടെയെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോ മില്ല് ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്ന് കിട്ടുക. അപ്പൊ ഹാൻഡ്ലൂമിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർ എന്റർപ്രണർ ആയിട്ട് സ്വയം ഡെവലപ്പ് ചെയ്യണം. അതാണ് സാധ്യത. സാറിന് എൻ്റെ പ്രൊജക്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ആരെയൊക്കെ സമീപിക്കണമെന്ന് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ലൈക്ക് ഏതൊക്കെ ക്ലസ്റ്റേഴ്സ്, ഏതൊക്കെ ഓഫീസേഴ്സ്? അല്ല, എങ്ങനെയാണ് നിങ്ങള് ഇപ്പൊ നിങ്ങള് ഇവിടെയല്ല, ഇംഗ്ലണ്ടിലല്ലേ ഉള്ള? അതെ 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 അതെ. നിങ്ങള് നാട്ടിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് പ്രൊജക്ട് കഴിയാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇന്റർവ്യൂ ഇന്ററാക്ഷൻ ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ? അതെ 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 അതെ. അപ്പം നിലവില് വ്യക്തികളാണ് ഉദ്ദേശിക്കുന്നത്? ആരാ? വ്യക്തികളായാലും ക്ലസ്റ്റേഴ്സ് ആയാലും ഒക്കെ ഏതൊക്കെ ഇപ്പം ക്ലസ്റ്റേഴ്സ് നിനക്ക് ക്ലസ്റ്റേഴ്സ് പേരുകൾ പറയാൻ പറ്റാവുന്ന കൂത്താമ്പള്ളി, ചേന്നമംഗലം,
കുത്താമ്പുള്ളി, ചേന്നമംഗലം, ഉം. ചേനന്നൂർ, സാർ പിന്നെ ലാസ്റ്റ് കാസർഗോഡ് ലിമിറ്റഡ്. കാസർഗോഡ് ആ. കാസർഗോഡ് സാരീസ് ആണ്. കാസർഗോഡ് സാരീസ് നമുക്ക് നമുക്ക് GI കിട്ടിയിട്ടുണ്ട് പ്രൊഡക്ഷന്, ആ. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അത് കിട്ടിയതൊന്ന് ബലരാമപുരം സാരി, പുത്താമ്പള്ളി സാരി, സാരി, ചേനന്നൂർ ഫർണിഷിങ്സ്, കാസർഗോഡ് സാരി. കാസർഗോഡ് സാരി. ഇതിലൊക്കെയാണ് നമുക്ക് പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്ക് ടാഗ് കിട്ടിയത്. ഞാൻ നെഫ്റ്റില് പഠിക്കുമ്പോ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിന് എൻ്റെ ഒരു പ്രൊജക്ട് ചെയ്തത് കാസർഗോഡ് സാരീസിൽ പോയിട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നതും ഞാൻ ഇപ്പൊ എന്റെ ഫൈനൽ മേജർ പ്രൊജക്ടിന് ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ സാറിന് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മേഖല ടോപ്പിക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാർ ആ ടോപ്പിക്കിനെ പറ്റി ഒന്ന് ഓർത്തെടുത്ത് സംസാരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഒരു കാര്യം പറയാനുള്ളത്, അപ്പൊ ഇത് ഞാൻ പറയുന്നത് IIM-ലെ ഒരു IIM-ലെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. അല്ല, ഒരു ഫാക്കൽറ്റി നമുക്കൊരു ഇതിനെ പറ്റിയുള്ള ഒരു പഠനം അവർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ട് ഈ പ്രോഡക്ട്സിനെ നമ്മൾ അതിനെ ആൾട്ടർ ചെയ്യാണ്ട് ട്രഡീഷണൽ പ്രോഡക്ട്സിനെ അതേ രൂപത്തിൽ ഇന്റർനാഷണലി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചോളൂ, അതൊരു സാധ്യതയല്ലേ. ഒരു തോർത്ത് അതേപോലെ മാർക്കറ്റ് ചെയ്യാം. ഒരു ബനാറസ് സാരി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. ഒരു ഡിസൈനർ എലമെന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെങ്ങനെ വാല്യൂ എഡിഷൻ അതിനെ ആൾട്ടർ ചെയ്യാന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തന്നെ ആ പ്രോഡക്റ്റ് ആയി തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യത, അതിൽ വേറെ ആൾട്ടറേഷൻ വരുത്താതെ തന്നെ സാധ്യതയില്ല. അത്തരം സാധ്യതകളും ഉപയോഗപ്പെടുത്തണ്ടേ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നിലവിലുള്ള ഇപ്പൊ നിലവില് ഞാൻ പറയാം. നിലവില് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഈ വെറൈറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീവർ എന്നുള്ള ഒരു ആർട്ടിസ്റ്റുകൾ തന്നെയാണ്, അവർ ഡിസൈനേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനെ അതായിട്ട് തന്നെ നിലവിലുള്ള പ്രോഡക്ട്സിനെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുക, മാർക്കറ്റിംഗ് ചെയ്യാൻ നോക്കുക. അപ്പൊ അത്ര സാധ്യത ഇപ്പൊ ആൾട്ടർ ചെയ്യാം. നമ്മളിപ്പോ അതിന് വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് കണ്ടംപററി ആയിട്ട് മാറ്റിക്കൊണ്ടുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. കണ്ടംപററി സ്റ്റൈലിലേക്ക് ട്രഡീഷണൽ പ്രോഡക്ട്സിനെ മാറ്റാന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നിലവിലുള്ള പ്രോഡക്ട്സിനെ തന്നെ, സാരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനെ ആ പ്രോഡക്റ്റ് ആയിട്ട് ആ പ്രോഡക്റ്റിന് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ കണ്ടെത്താം. അപ്പൊ വേറെ അതൊരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സാരിയൊക്കെ ഇനി വരുന്ന ആളുകൾ ഉടുക്കോ എന്നൊരു സംശയം. നമ്മളൊക്കെ സ്പെഷ്യൽ ഒക്കേഷന് മാത്രമേ സാരി ഉപയോഗിക്കൂ. അല്ല, ഒരൊറ്റ മിനിറ്റ്, ഞാനൊരു ഒന്ന് നമ്മുടെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഇതിലെ ചിത്രം ഉണ്ടല്ലോ, ഇത് മൊത്തം ഗ്രാഫില് വരക്കണം. ചിത്രം ഡിസൈൻസ് മുഴുവൻ ഗ്രാഫില് ഇത് റെക്കോർഡ് ചെയ്യണ്ടേ? പിന്നെ എല്ലാ ചിത്രങ്ങള് ചിലത് നമ്മുടെ ഇന്റർലൈസ്